സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ക്ലാസ്സിനെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. പഠിക്കുവാൻ ആവശ്യമാവുന്ന എല്ലാ കൃപകളും അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. വാസ്തവത്തിൽ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയും കൗൺസിലിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അപഗ്രഥന മനഃശാസ്ത്രം അല്ലെങ്കിൽ അനാലിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് സാധാരണ സൈക്യാട്രിസ്റ്റുകൾ ഈ മനോരോഗ നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാധാരണ. എന്നാല് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റിന്റെ, നമുക്കറിയാം ക്ലയന്റ് ആരാന്ന് ചോദിച്ചാൽ ആരെ കൗൺസിലിങ്ങിന് വരുന്നോ അവരെ ക്ലയന്റ് എന്ന് പറയും. ക്ലയന്റിന്റെ വികാരങ്ങൾക്കും ദർശനങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഫീലിങ്സിനും അതുപോലെ തന്നെ അവരുടെ ജീവിത വീക്ഷണത്തിനും ദർശനത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് അവരുടെ ജീവിത ലക്ഷ്യം, ഓരോരുത്തരുടെ ജീവിത ലക്ഷ്യം അനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവം വരുന്നത്. യേശുവിനെ പോലെ ആകണം എന്നുള്ള ദർശനം ഒരാൾക്കുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അതിനനുസരിച്ച് വൈകാരിക ജീവിതത്തെയും മറ്റ് ബന്ധങ്ങളെയൊക്കെ മെച്ചപ്പെടുത്താനും ശ്രമിക്കും. അല്ല മറ്റു പല ഉദ്ദേശമെങ്കിൽ ആ രീതിയിൽ പോകും. അപ്പോൾ ഒരു വ്യക്തിയുടെ വികാരങ്ങൾക്കും അല്ലെങ്കിൽ ജീവിത ദർശനങ്ങൾക്കും അനുസരിച്ചാണ് അവരുടെ സ്വഭാവം വരുന്നത്. അപ്പോൾ കൗൺസിലിംഗ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സൈക്കോ അനാലിസിസ് അല്ല. അതിനകത്ത് അനാലിസിസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് പഠിക്കുമ്പോൾ അത് പഠിക്കും. കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം ഒരു അനാലിസിസ് നടത്തും. അതിനകത്ത് ഡേറ്റ കളക്ഷൻ എന്നല്ലേ പറയും. ഡേറ്റ കളക്ഷന് ശേഷം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടതിന് ശേഷം ആണ് വാസ്തവത്തിൽ എങ്ങനെ കൗൺസിലിംഗ് രീതികൾ മുമ്പോട്ട് പോകണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ആളുടെ പ്രശ്നം എന്താണ്, എങ്ങനെ ഡീൽ ചെയ്താലായിട്ട് അത് പരിഹരിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ പരിഹാരമാർഗം കൊടുക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ വ്യക്തിയോട് ചേർന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു അനുഭവമാണ്. അല്ലാതെ വ്യക്തിയിൽ നിന്ന് മാറി നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം മനഃശാസ്ത്രം, സൈക്കോളജി ഇതിനകത്തൊരു ഭാഗമാണെങ്കിലും ഒരു വ്യക്തിയുടെ വികാരങ്ങൾക്കും വീക്ഷണങ്ങൾക്കും അല്ലെങ്കിൽ പ്രത്യാശാസ്ത്രങ്ങൾക്കും ഒക്കെ അധിഷ്ഠിതമായിട്ടാണ് കൗൺസിലിംഗ് നിലകൊള്ളുന്നത്. അപ്പം അത് ഡേറ്റ കളക്ഷൻ ഉണ്ട്, അതിനകത്ത് അനാലിസിസ് ഉണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്നാ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ, അല്ലെ? എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ, അതാ ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഈസ് ഓൾസോ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ. നമ്മൾ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം കീനായിട്ട് അത് ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം. എന്നാല് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം കൗൺസിലറുടെ വ്യക്തിത്വവും കൗൺസിലറുടെ പെരുമാറ്റ രീതികളും അപ്രോച്ചും ഒക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഇത് നിങ്ങളുടെ ഒരു പ്രയോജനത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നത് വിചാരിക്കുക, വലിയൊരു സുവിശേഷ പ്രസംഗകനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെതായിട്ടുള്ള പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ ഇങ്ങനെ അടുത്ത് തന്നെ കൊണ്ടുപോയി.
കൊണ്ടുപോയിട്ട് പറഞ്ഞു, എടാ നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പുള്ളിക്ക് പരിഹാരം പറയാൻ പറ്റും, ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. അപ്പം പുള്ളിയുടെ ആദ്യത്തെ പ്രതികരണം, എന്താണ് കുഞ്ഞേ നിന്റെ പ്രശ്നം? അങ്ങനെ പുള്ളി വേറെ ഏതോ ഒക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഒഫൻഡഡ് ആയി. കാരണം എനിക്ക് കിട്ടേണ്ട ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമല്ല, പുള്ളി വളരെ ഒരു 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 എന്താ ഈസി ആയിട്ട് എന്നാണ് കുഞ്ഞേ ഇതിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേന് നമുക്ക് അത് തുറന്നു പറയാനോ നമ്മളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ ഒന്നും സാധിക്കാതെ ഓഫ് ഹാൻഡഡ് ആയിട്ട് അങ്ങനെ ചോദിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 വർഷം ഞാൻ ഒന്നിനും പോയിട്ടില്ല പിന്നെ. കാരണം അത് വളരെ മുറിവ് ജീവിതത്തിൽ ആ സമയത്ത് ഏൽപ്പിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ബിസി ആയിരുന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്റെ സ്നേഹിതനെ എപ്പോഴും. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് ഇത് പറയുകയും ചെയ്തു പിന്നെ വർഷങ്ങൾക്ക് ശേഷം. ഞാന് ഇത് പറയാൻ കാരണം, കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ആളോട് നമുക്കൊരു ഒരു ഒരു എന്താ താല്പര്യം ജനിക്കണം. അതൊരു ആർട്ടാ ശരിക്കും. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അച്ഛൻ ആർട്ട് ആക്ച്വലി. ചിലരുണ്ട് കടുമുള വർത്താനം പറയുന്നവരുണ്ട്. എന്താ എന്നൊക്കെ ചോദിച്ച് ചില ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും എന്താ എന്ന് ചോദിക്കും. പിന്നെ നമുക്കൊന്നും പറയാൻ ഇല്ല. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന പോലത്തെ ഒരു അവസ്ഥയോട് പോകും. അതേസമയത്ത് ഫോണൊക്കെ ചെയ്തതിന് ശേഷം എന്നോട് വിശേഷം ഒത്തിരിനാളായാലും വർത്താനമൊക്കെ പറഞ്ഞിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്നൊക്കെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് വർത്താനം പറയുകയാണെങ്കിൽ വി ഫീൽ ലൈക്ക് ടോക്കിംഗ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് ആർട്ടാന്ന് പറയാൻ കാരണം. കൗൺസിലിംഗ് ഈസ് ആൻ ആർട്ട്. കാരണം നമ്മൾ ഇടപെടാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ ഇറ്റ്സ് ഈസ് ബോത്ത് ആർട്ട് ആൻഡ് എ സയൻസ് ആക്ച്വലി. ഒരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡി ഉണ്ട്, ഡേറ്റ കളക്ഷൻ ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മുടെ ഫൈൻഡിങ്സ് അതിനകത്ത് കണ്ടെത്തിയതിന് ശേഷം ക്ലയന്റിനോട് ചേർന്ന് അതിന് സൊല്യൂഷൻ ഉണ്ടാകും. എങ്ങനെ ചില കേസസിൽ കൗൺസിലിംഗ് കഴിയുമ്പോഴത്തേന് മെഡിക്കൽ അസിസ്റ്റൻസ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് റെഫർ ചെയ്യേണ്ടി വരും. എല്ലാം നമുക്ക് കൗൺസിൽ ചെയ്ത് അങ്ങനെ പറ്റത്തില്ല. ചിലതൊക്കെ ഡിമോണിക് ആയിട്ടുള്ള കാണുമായിരിക്കാം, ഉണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എല്ലാം ഡിമോണിക് അല്ല. ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ കെമിക്കൽ ഇൻബാലൻസ് എന്ന് പറയും. ഇപ്പൊ സോഡിയം കുറയുക, ഇതിനകത്ത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ കാണുമായിരിക്കും, അവർക്ക് അറിയാമല്ലോ. സോഡിയം കുറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസോറിയന്റേഷനും മറ്റു പ്രശ്നങ്ങളുണ്ട്. ലിത്തിയത്തിന്റെ കുറവ്. അപ്പൊ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രശ്നം അങ്ങ് മാറും. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ള കാര്യം ഒന്ന് ഡയഗ്നൈസ് ചെയ്യേണ്ടത്. അത് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു അറിവുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാം പൈശാചികമാണ്, എല്ലാം ബന്ധനമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാല് അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. കർത്താവ് ഇടപെട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഡെമോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എല്ലാം അങ്ങനെയല്ല. അപ്പോൾ ഈ മനുഷ്യ മനസ്സിന്റെ അവസ്ഥകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി അതിനാവശ്യമുള്ള ഗൈഡൻസ് കൊടുക്കുന്ന കൗൺസിലിംഗ് എന്ന് പറയും. ഇനി നമ്മള് ഒരു ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്നുള്ളതിന്റെ ആസ്പെക്റ്റിൽ നമ്മളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. വരുന്ന സമയത്ത് വാസ്തവത്തില് ഈ ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്, അല്ലെ? പലതരത്തിലുള്ള മാനസിക ആവശ്യങ്ങൾ നമുക്കുണ്ട്. ആങ്സൈറ്റി, അല്ലെ, ആശങ്ക, ലോൺലിനെസ്, ഏകാന്തത, ഡിസ്കറേജ്മെന്റ്, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ബലമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശക്തിയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിരാശ, ഡൗട്ട്, സംശയം, ഗ്രീഫ്, ദുഃഖം, സാഡ്നെസ്, പ്രയാസം,
വയലൻസ്, അക്രമം, അല്ലെ, അബ്നോർമൽ സെക്സ്, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ബിറ്റർനെസ്, പക, പോവർട്ടി, അല്ലെ, പോവർട്ടി, അതുപോലെ തന്നെ ഗ്രീഡ്, ആക്രാന്തം എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ, സിക്നസ്, അസുഖം, ഇന്റർപേഴ്സണൽ ടെൻഷൻ, വ്യക്തിഗതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ആൻഡ് എ വെറൈറ്റി ഓഫ് അതർ പേഴ്സണൽ പ്രോബ്ലംസ്, വേറെ ഒത്തിരി പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. വലിയ വലിയ സെയിൻസിന്റെ ഇടയിൽ പോലും പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ചില സഭകളൊക്കെ ഓരോരുത്തരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ അർത്ഥം അവരെ വിശുദ്ധരായി തീർന്നതാണോ? വിശുദ്ധി എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ, പുതിയ നിയമത്തില് വിശ്വാസികളെ എല്ലാം അഭിസംബോധന ചെയ്യുന്നതിനാ വിശുദ്ധരായിട്ടാ. രക്ഷിക്കപ്പെട്ട എല്ലാവരും തന്നെ വിശുദ്ധരാ. അപ്പോൾ വിശുദ്ധർ ആണെന്നും കൊണ്ട് പ്രശ്നമില്ലെന്നുണ്ടോ അതിന്? ചിലപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉള്ള വിശ്വാസികളുടെ ഇടയ്ക്ക്. ഇവിടെ സാധാരണക്കാരൊക്കെ വരാറുണ്ട്, ഹിന്ദുസ് വരാറുണ്ട്, എല്ലാവരും വരാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ പലപ്പോഴും കാണുന്നത് വിശ്വാസികൾ എന്ന പേരുള്ളവർക്കാണ് കൂടുതലും. കാരണം അവരുടെ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം അവർ വചനം ഉപയോഗിക്കും. വചനപ്രകാരം അതിങ്ങനെയാന്ന് പറയും. അത് കൂടുതൽ പ്രശ്നമാണ്. ഇവിടെ നമുക്കറിയാം, വേദപുസ്തകത്തില് പരിശോധിക്കുമ്പോൾ ജോബിനെ കുറിച്ച് പറയുന്നത്, ഇയ്യോബ് വളരെ പ്രശസ്തനായിരുന്നു, ധനികനായിരുന്നു, തന്റെ സമകാലീനരായ ആൾക്കാർ വളരെ ബഹുമാനിച്ച ഒരാളായിരുന്നു. എന്നാൽ പെട്ടെന്ന് സംഗതികളെല്ലാം മാറി. അദ്ദേഹത്തിന്റെ ധനം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങള് എല്ലാം എടുക്കപ്പെട്ടു, അല്ലേ? വലിയ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പോയി. അപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ ലാഗ് ചെയ്യാനും കുറ്റം പറയാനും കംപ്ലൈന്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അത് അദ്ദേഹത്തെ അതിൽ കൂടുതലായിട്ട് വിഷമിപ്പിച്ചു. അദ്ദേഹത്തിന്റെ 3 കൂട്ടുകാര് ചില ഹെൽപ്പുകളൊക്കെ തുടരാൻ തുടങ്ങി. പക്ഷേ അവരുടെ അനാലിസിസും ക്രിറ്റിസിസവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ദൈവം നിന്നിൽ നിന്ന് വളരെ അകലെയാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവിടെ എലീഹു എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. എലീഹു വന്ന് ഈ യോബിന്റെ വിഷമങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ മറ്റുള്ളവര് വളരെ ഇൻസെൻസിറ്റീവ്. അപ്പോൾ ഇത് കൗൺസിലിങ്ങിന്റെ ചില ബാലപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എലീഹുവിന്റെ നിങ്ങൾ വായിച്ചാൽ മതി. വാസ്തവത്തില് പിന്നെ ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായം, പിന്നെ അതുപോലെ തന്നെ 32 തൊട്ട് 37 വരെയാണ് അധ്യായം. എലീഹുവിന്റെ റോൾ അവിടെ പറയുന്നു. ഇയ്യോബ് 1-2, അതുപോലെ 32-37 സംഭവങ്ങൾ വായിക്കുക. എലീഹുവിന്റെ ജീവിതത്തിലെ എലീഹു എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വാസ് വെരി ഹെൽപ്ഫുൾ. ആക്ച്വലി വളരെ സഹായമായിരുന്നു. ഇയ്യോബിനെ ആയിരിക്കുന്ന നിലയിൽ അംഗീകരിച്ചു. അതുപോലെ തന്നെ ഇയ്യോബിന്റെ കൺസേൺ കാണിച്ചു.
ഒരു ഹോളിയർ ദാൻ ദ ആറ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാല് ഞാനെല്ലാം നല്ലവരെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ആ പട കുഴപ്പക്കാരനെ, നിന്നെ ഞാൻ സഹായിക്കാം, അങ്ങനെ ഒരു മനോഭാവം ഇല്ലായിരുന്നു. ഈ ഹോളിയർ ദാൻ ദ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൗൺസിലർക്ക് പറ്റിയ ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും കഴിഞ്ഞും മെച്ചമാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നീ താന്ന ആളാണ് എന്നുള്ള മനോഭാവം. ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പണ്ട് കുറച്ചുനാൾ ഞങ്ങളൊരു ആശ്രമത്തിൽ ജീവിച്ചായിരുന്നു. ആശ്രമത്തെ കുറിച്ചൊരു തീസിസ് എഴുതിയ എന്റെ ഡിവിനിറ്റി ബാച്ചുലർ ഓഫ് BD ഞാൻ പഠിക്കുമ്പോൾ. അപ്പൊ തീസിസ് എഴുതിയപ്പോൾ ഓരോ ഒബ്സർവേഷൻ ഇതായിരുന്നു, ആശ്രമത്തിലോ അങ്ങനെയുള്ള സ്ഥലത്തുമൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകാമാവുന്ന ഒരു മനോഭാവമാണ് ഹോളിയർ ദാൻ ദ ആറ്റിറ്റ്യൂഡ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കഴിഞ്ഞു ഞാന് വിശുദ്ധയാണ്, ലോകത്തിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്ന വളരെ ഉന്നതമായിട്ടുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഒരിക്കലും നമുക്ക് ആ ആളോട് താതാത്മ്യപ്പെടാനായിട്ട് പറ്റത്തില്ല. ഒന്ന്, നമുക്കൊരു പ്രിജുഡിസ് ഇല്ലാതെ നമ്മൾ ഇടപെടണം. വിതൗട്ട് പ്രിജുഡിസ്, മുൻവിധി ഇല്ലാതെ. എന്നെപ്പോലെ തന്നെ ഒരാളാണ് എന്നുള്ള അർത്ഥത്തിൽ ഇടപെടണം. ഞാന് ഇതിൽ നിന്നൊന്നും വിഭിന്നമല്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺനെസ് വരുമ്പം മാത്രമേ നമുക്ക് ഒരു എംപത്തറ്റിക്കൽ ഫീലിംഗ് വരത്തുള്ളൂ, മറ്റുള്ളവരുമായിട്ട് സിമ്പതി തോന്നാം. പക്ഷെ സിമ്പതി തോന്നുന്നവർ എപ്പോഴും ഒരു ഹോളിയർ ദാൻ ദൗ ആയിട്ടായിരിക്കും. പാവം, ഞാൻ അങ്ങനെയല്ല, നീ പാവം എന്നുള്ള മട്ടി. അപ്പൊ അത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഞാനൊരു ഇല്ലസ്ട്രേഷൻ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ യാത്ര ചെയ്യുവാൻ, യാത്ര ചെയ്ത് ഡ്രസ്സൊക്കെ മുഷിഞ്ഞു, ആ പടം ക്ഷീണിച്ച് വലഞ്ഞ് ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ചെന്ന് നിർത്തി. അവിടെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ കയറാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം കൊടുത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏറ്റവും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളവരും ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്തവരും ഇതായിട്ട് വരുന്നവർക്ക് മാത്രമേ ആ ഹോട്ടലിൽ പ്രവേശനമുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യന് പ്രവേശനം ഇല്ല. ആ മനുഷ്യന് ആവശ്യം ചേഞ്ച് ആകുക എന്നുള്ളതാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ചാ വരുന്നത്. അപ്പൊ കുറച്ച് കാലത്ത് ദൂരെ യാത്ര ചെയ്തപ്പോ ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കം ആസ് യു ആർ, യു ആർ വെൽക്കം ആസ് യു ആർ എന്ന് എഴുതിയിട്ടുണ്ട്. വലിയ സന്തോഷം തോന്നി. അവിടെ ആ മുഷിഞ്ഞ ഡ്രസ്സോടുകൂടി ചെന്ന് അദ്ദേഹം കുളിച്ച ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വളരെ ഒരു ചേഞ്ച്ഡ് മനുഷ്യനായിട്ട് അവിടെ നിന്നു. നമ്മൾ ഇതിലേതായ പ്രിഫർ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ തീർച്ചയായിട്ടും പ്രശ്നമുള്ളവർ തന്നെയാണ്. പ്രശ്നമില്ലാത്തവർ നമ്മുടെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം എന്നാല് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൗൺസിലിംഗ് സെഷന് ഒരു മുസ്ലിം ആയിട്ട് ഒരാളെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പം ഞാന് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, അവരോട് വെൽക്കമിങ് ആയിരുന്നു, അവർക്ക് എന്തും പറയാം എന്നുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ആ പറഞ്ഞയാളുടെ അനിയത്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. ആ പറഞ്ഞയാളുടെ അനിയത്തി ഒരു MBBS പഠിക്കുന്ന ഒരാളായിരുന്നു. ആ ആളെ അടുത്ത് എൻ്റെ അടുത്തെന്നാന്ന് പറയാതെ അനിയത്തിയെ കൊണ്ട് വേറെ സ്ഥലത്ത് ചെയ്തു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നല്ലൊരു ആളാണ്, വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്. ഇവരവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം അതിന്റെ നോർമൽ ബിഹേവിയർ അതിനെ സംബന്ധിച്ചുള്ള നോർമലായിരുന്നു. പക്ഷെ അബ്നോർമൽ ആണെന്ന് അറിയാവുന്നത് മറ്റുള്ളവർക്ക് അറിയാവുന്നു. അവിടെ ചെന്ന് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഈ പറഞ്ഞ ആള് ചോദിച്ചു, കൗൺസിലർ ചോദിച്ചു, എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു.
അന്നേരം അവള് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ചെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞു അല്ല പ്രശ്നമില്ലാത്തവരാരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, പ്രശ്നമില്ലാത്തവരാണ് എന്റെ സമയം മെനക്കെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് എന്തിനാവുന്നു തോന്നി. അപ്പൊ ഈ പ്രശ്നം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് കേട്ടേച്ചും ചേട്ടത്തിയും എല്ലാവരും ഓടി എന്റെ അടുത്ത് വന്നു. അങ്കിളെ പെരുമാറുന്ന പോലെയൊക്കെയാന്ന് വിചാരിച്ചു, അങ്കിളെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചാ അവിടെ കൊണ്ടുപോയത്. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി, ആ പാടെ ആ കൊച്ചിന് ഇല്ലാത്ത പ്രശ്നം കൂടെ ഇപ്പൊ ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് ഈ ഉദാഹരണം നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, നമ്മള് ഒരു പ്രശ്നക്കാരായിട്ട് ഒരാൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്നത്, ആ ആളെ സിമ്പതറ്റിക് ആയിട്ട് കാണാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. പ്രശ്നക്കാരാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ വിഷമം അനുഭവിക്കുന്നവരൊക്കെ, കരയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കാം. എലിഹു എന്താ ഇതെന്ന് ചോദിച്ചാല്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇയ്യോബിനെ അവരോട് സംസാരിക്കുവാനായിട്ട്, ഇയ്യോബിനോട് ഇടപെടുന്നതിലും റിലേറ്റ് ചെയ്യാനും കൂടുതൽ സാധിച്ചത് എലിഹുവിലായിരുന്നു. എന്നാല് എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ സിൻസിയറിറ്റി, നമ്മുടെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, സഹാനുഭൂതി, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി വളരെ കൺസ്ട്രക്റ്റീവായിട്ടും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവൂടെ വേണം നമുക്ക്. യാഥാർത്ഥ്യബോധം വേണം, അവിടെ കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. അതിന് ചില സ്കിൽസ് അല്ലെങ്കിൽ അതിന് ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതിന് കൗൺസിലേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് നോക്കണം. അത് നമുക്ക് വരാം. വാസ്തവത്തില് ഒരു കൗൺസിലിംഗിന്റെ ഗോള്, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് കൗൺസിലിംഗ്? കൗൺസിലിംഗിന്റെ ഉദ്ദേശം എന്താണ്? വൈ ഡു പീപ്പിൾ കം ഫോർ കൗൺസിലിംഗ്? എന്തിനാണ് ആൾക്കാർ കൗൺസിലിംഗിന് വരുന്നത്? വാട്ട് ഡു ദേ വോണ്ട് ടു അക്കംപ്ലിഷ്? അവർക്ക് എന്താണ് അതുകൊണ്ട് സാധിക്കേണ്ടത്? വാട്ട് ഈസ് യുവർ റീസൺ ഫോർ ട്രൈങ് ടു ഹെൽപ്പ് വിത്ത് ദെയർ കൗൺസിലിംഗ് പ്രോബ്ലംസ്? നമ്മൾ എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യങ്ങളാണ്. വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും യു മേ ഹാവ് എ വെറൈറ്റി ഓഫ് ആൻസേഴ്സ്. പല തരത്തിലുള്ള ഉത്തരങ്ങള് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ നിന്നും ഒക്കെ കാണുമായിരിക്കാം. ഒരു ക്രിസ്ത്യൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ the clients to bring problems. ഈ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്നവര് അവരുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനക്കുറവ്, അല്ലെങ്കിൽ സംശയം, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഡോക്ടറിനായിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത്, അല്ലെങ്കിൽ അവരുടെ ഗിൽറ്റ്, അല്ലെങ്കിൽ അവരുടെ ചില മുറുകെ പറ്റുന്ന പാപങ്ങള്, ഇതൊക്കെ ഡീൽ ചെയ്യുക എന്നുള്ളതായിരിക്കാം ഒരു ക്രിസ്ത്യൻ കൗൺസിലറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ ചിലപ്പോൾ പോയേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ സഹവിശ്വാസികള്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്നവരിൽ പ്രാർത്ഥനക്കുറവാണ് അവന്റെ പ്രശ്നം, അല്ലെങ്കിൽ എപ്പോഴും സംശയം, അവന് ശരിയായിട്ടുള്ള ഡോക്ട്രിൻസ് എന്നാണെന്നുള്ളത് അറിയത്തില്ല, ആത്മീയ വളർച്ചയെക്കുറിച്ച് അവന് ശരിയായിട്ട് അറിയത്തില്ല. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അതൊക്കെ പ്രശ്നങ്ങളാണ്. എന്നാല് ഒരു കൗൺസിലിങ്ങിന്റെ 10% മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ.
കൗൺസിലിംഗ് നമ്മൾ മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഒരു 10% ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരത്തുള്ളൂ. കൂടുതൽ ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാ വരുന്നത്? വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മാരേജ് ടെൻഷൻസ്, അതുപോലെ ക്രൈസിസ്, പലതരത്തിലുള്ള ക്രൈസിസ്, ഡിപ്രഷൻ, നിരാശ, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്, പരസ്പര ബന്ധത്തിലുള്ള ആശയവിനിമയത്തിലുള്ള പ്രശ്നം, കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ആൻഡ് അതർ പ്രോബ്ലംസ് ഇൻ ലിവിങ്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ അടുത്ത്. സ്പിരിച്വൽ പ്രോബ്ലംസ് വളരെ കുറവാണ്. യേശു കർത്താവ് he was concerned about these type of problems. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു കർത്താവിന്റെ പ്രശ്നങ്ങൾ. വേദപുസ്തകത്തില് ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യോഹന്നാൻ 10-ന്റെ 10 നമുക്കെല്ലാം അറിയാം. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആ വാക്യ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്താവ് ഈ ലോകത്തിൽ വന്നതിന്റെ 2 ഉദ്ദേശം. എന്നാ? ഒന്ന്, അബണ്ടന്റ് ലൈഫ് ഓൺ എർത്ത്. 2, എറ്റേണൽ ലൈഫ് ഇൻ ഹെവൻ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിലെ അവരുടെ വാസം, അവരുടെ പ്രതിഫലങ്ങള്, അതൊരു കാര്യം. 2, ഈ ഭൂമിയില് സമൃദ്ധമായിട്ടുള്ള ജീവിതം. യേശു കർത്താവിനെ അനുഗമിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ ഈ 2 കാര്യങ്ങളിലും ആൾക്കാരുടെ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നമ്മൾ ഇടപെടണം. എങ്ങനെയാണ് ഒരു സമൃദ്ധമായിട്ട് ജീവൻ നമുക്ക് ലഭിക്കുന്നത്? അതുപോലെ നിത്യജീവൻ അവകാശമാക്കുന്നത്. ഒരു ക്രിസ്ത്യൻ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഇഷ്യൂസും അഡ്രസ് ചെയ്യണം. പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് ആസ് എ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ കൗൺസിലിംഗിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വൾനറബിൾ സിറ്റുവേഷനിൽ വരുമ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പല പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് പറയുന്നത്. ഞാന് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ടുള്ളതിൽ നല്ല ശതമാനം പേരും രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടാണ് പോയിട്ടുള്ളത്. അതെനിക്കൊരു സാക്ഷ്യവും. എത്രയോ പേര് എൻ്റെ മുറിയിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുള്ളതറിയാം. എന്നാൽ വന്ന ഉടനെ അവരോട് വേദോത്സവം പറയാനോ സുവിശേഷം പറയാനോ ഒന്നും പോയിട്ടുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആളിവിടെ വന്നു. അവര് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവർ തമ്മിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഭർത്താവ് ഒരു പ്രാവശ്യം വന്നുള്ളൂ. ഫിസിക്കൽ അബ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഇനീഷ്യൽ പ്രോബ്ലംസ് പരിഹരിച്ച് കഴിഞ്ഞ് ഈ ലേഡി പലപ്പോഴും വരികയും എനിക്ക് സെഷൻസ് വേണം സാറേ, എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നു. എനിക്ക് ഗോസ്പൽ പറയാനുള്ള അവസരം കിട്ടി. ആ ആള് അങ്ങനെ പല കേസസ് ഉണ്ട്. പക്ഷെ അതിനുള്ള സമയമുണ്ട്, അതിനുള്ള നടത്തിപ്പുണ്ട്, അതിനുള്ള ഒരു ചില ഹിന്ദുസ് ഇവിടെ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നും
അവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഒരു വലിയ ഒരു ബഹുമാനത്തോടും സ്നേഹത്തോടും നമ്മൾ ഇടപെടുന്നത്. വൺ ഡേ അവരൊക്കെ ഒരുപക്ഷെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ്ലി ഒരു ക്രിസ്ത്യൻ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം പറയുക, ഇറ്റേണൽ ലൈഫും അതുപോലെ തന്നെ ലോകത്തിലെ ജീവിതവും രണ്ടും അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഇൻ പ്രിൻസിപ്പിൾ. നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, ഗ്രേറ്റ് കമ്മീഷന്റെ മലയാളം എനിക്കറിയത്തില്ല. നിങ്ങൾ കേട്ടില്ല. മഹാനിയോഗം. മനസ്സിലായി, മഹാനിയോഗം. താങ്ക് യു. ആ നിയോഗത്തിനകത്ത് ഇത് രണ്ടുമുണ്ട്. മേക്ക് ഡിസൈപ്പിൾസ് എന്ന് പറയുന്നു, ശിഷ്യന്മാരാക്കുക. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ആ ശുശ്രൂഷയുണ്ട് കേട്ടോ. ഈ കൗൺസിലർ ഷുഡ് മേക്ക് അതേഴ്സ് ആസ് യുവർ ഡിസൈപ്പിൾസ് ആയി. ഒരു ക്രിസ്ത്യൻ ആംഗിളിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. സെക്കുലർ ആംഗിളിൽ അതില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. സെക്കുലറായിട്ട് നമ്മൾ കൗൺസിലിംഗ് പഠിക്കുമ്പോൾ അതില്ല. ബട്ട് ഇൻ ക്രിസ്ത്യൻ കൗൺസിലിംഗ് that is there actually. Make disciples. So this is 100% a ministry. എന്നാൽ നമ്മളുടെ അറിവെന്ന് പറയുന്നത് ചുരുങ്ങിപ്പോകരുത്. ഈ സമൃദ്ധമായിട്ടുള്ള ജീവന് തടസ്സമായിട്ട് നിൽക്കുന്നത്, സമൃദ്ധമായിട്ട് ജീവൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു സെറ്റിൽമെന്റിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. സാമ്പത്തികത എന്ന് പറയുന്നത് സെക്കൻഡറിയാ. ഈ നമ്മുടെ ഇൻ കൗൺസിലിംഗിൽ നമ്മൾ കാണുന്നത്, നമ്മൾക്ക് അറിയാതെ തന്നെയാണ് നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള ചില ദോഷകരമായിട്ടുള്ള മനോഭാവങ്ങൾ, ഹിഡൻ ഹാംഫുൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ പരസ്പര ബന്ധങ്ങള്, ഇന്റർപേഴ്സണലായിട്ട് വ്യക്തിബന്ധങ്ങൾ വളർത്തുന്നതിനാവശ്യമായുള്ള ചില സ്കില്ല്, അതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ ഒരുങ്ങിയ പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പഠിക്കുക, അതുപോലെ നമ്മുടെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കുക, ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ അതിനെ വിജയകരമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ധാരണകൾ. ഇതൊക്കെ നമ്മുടെ നമ്മുടെ മനുഷ്യന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ ട്രെയിൻഡ് ആയിട്ട് നമ്മൾ അത് കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് തന്നെ അറിയാൻ പറ്റാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും, ഞാൻ പലരുടെ അസൈൻമെന്റ്സിലും ഒക്കെ ഒന്ന് പോയായിരുന്നു. അപ്പം പലരും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടെ ആയിരിക്കാം ഈ ഒരു സ്റ്റഡി തെരഞ്ഞെടുത്തത്. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ പ്ലസ് പോയിന്റ്സും എൻ്റെ വീക്ക് പോയിന്റ്സും ഞാൻ അറിഞ്ഞിരിക്കണം. ഈ കൗൺസിലിങ്ങിന്റെ ഗോള് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ രീതി നോക്കിയാൽ ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ഇത് രണ്ടും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്, അതാ പരിശുദ്ധാത്മാവിന്റെ ശരിയായിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലും മാത്രമേ നമുക്കത്
മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. You should be guided by the Holy Spirit. എനിക്കറിയാം എന്നോട് പ്രത്യേക ചില കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ ഗോസ്പലൊക്കെ പറയാൻ പറയും. അങ്ങനെ പറഞ്ഞ കേസസ് ഉണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ചേഞ്ച് വന്ന പല കേസസ് ഉണ്ട്. അവരുടെ ജീവിതം അകമാനം മാറി ഒരു ഡിസൈപ്പിൾഷിപ്പിലോട്ടൊക്കെ പോയ അനേക അനുഭവങ്ങളുണ്ട്. അത് പ്രത്യേകം നടത്തിപ്പാകും. അത് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ റിയൽ ഗോൾസ് ഓഫ് കൗൺസിലിംഗ്? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾസ് നമ്മൾ നോക്കുമ്പോൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. പല മറ്റുള്ളവർക്ക് അവരവരെ മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് ചെയ്യുന്നയാൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. കൗൺസിലിംഗ് ആര് ക്ലയൻസ് നമ്മുടെ അടുത്ത് വരുന്നോ, ആരെ കൗൺസിൽ ചെയ്യുന്നോ, കൗൺസിലിംഗിന് ഒരു ഗോൾ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലര് വളരെ സിൻസിയർ ആയിരിക്കും, വളരെ ആത്മാർത്ഥതയോടെ അവർ കാര്യങ്ങൾ ചെയ്യും. ബട്ട് ദേ മേ ബി സിൻസിയർലി റോങ്. ഞാനെപ്പോഴും പറയും ദേ ആർ സിൻസിയർലി റോങ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് വളരെ ആത്മാർത്ഥമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർക്കറിയാൻ പറ്റും. അപ്പൊ ഈ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഹീലിംഗ് എന്ന് പറയുന്നത്. ഒരു രോഗശാന്തിയുടെ അല്ലെങ്കിൽ ഒരു ഹീലിംഗിന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഹീലിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്, ഒത്തിരി കാര്യം. എല്ലാം അങ്ങനെ ഞാൻ പറയുന്നില്ല, ഒത്തിരി. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരുപക്ഷെ നമ്മുടെ ബയസ്ഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്, കാഴ്ചപ്പാടുകൾ ഒരു കാരണമാകാം. അല്ലെങ്കിൽ നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള മനോഭാവങ്ങളായിരിക്കാം. അതുപോലെ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചില സ്വഭാവവിശേഷങ്ങളാണ് ഒരുപക്ഷെ. അപ്പം ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കംപ്ലൈന്റ് ആയിട്ട് പറയും, ആർക്കും എന്നെ ഇഷ്ടമല്ല, നോബഡി ലൈക്സ് മീ എന്ന് പറയും. ആർക്കും എന്നെ ഇഷ്ടമില്ല. എന്നാൽ അവർക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നത് വഴി മറ്റുള്ളവർക്ക് എപ്പോഴും ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു അനോയിഡ് ആകും അവര്, അല്ലേ? നമ്മളോട് എപ്പോഴും ഒരാൾ വന്നു വെച്ചാൽ എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ എല്ലാവരും വെറുപ്പാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആദ്യമത്തെ പ്രാവശ്യം നമ്മൾ അങ്ങനെയൊന്നുമില്ല, സാരമില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു വെറുപ്പ് വരും ആളോട്. പക്ഷെ ആ പറഞ്ഞ ആൾക്ക് അറിയത്തില്ല, കേൾക്കുന്ന ആൾക്ക് അവരോട് സിമ്പതിക്ക് പകരം വെറുപ്പം ഉണ്ടാകുന്ന കാര്യം മനസ്സിലാകത്തില്ല. പല കുടുംബിനികൾക്കും പറ്റുന്ന ഒരു കാര്യമായി. അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അവരുടെ കംപ്ലൈന്റ് മറ്റുള്ളവരോട് പറയുന്നതിലൂടെയാണ്. ഞാൻ നിങ്ങളോടല്ല പിന്നെ ആരോടാ പറയുന്നത് എന്നും പറഞ്ഞ് എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. മുളക് മേടിച്ചില്ല, ഉപ്പ് മേടിച്ചില്ല, ഇഞ്ചി മേടിച്ചില്ല, നിങ്ങൾ അന്നെ തന്നെ പണ്ട എങ്ങനെയാണ് മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകളുണ്ട്, അതിന് ഉപ്പ് പോരാ, മറ്റേത് പോരാ, മറിച്ചത് പോരാ, നീ വൃത്തിയില്ല നിനക്ക്, അങ്ങനെയാ എങ്ങനെയാ, എന്റെ പെങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്, എന്റെ അമ്മ അങ്ങനെയല്ല, കമ്പയർ ചെയ്യുക, അപ്പൊ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരുദ്ദേശം വെച്ചാൽ ഇങ്ങനെ 10 പ്രാവശ്യം കംപ്ലൈന്റ് പറഞ്ഞ ഉടനെ ആൾക്ക് നന്നാവുമെന്നാണ് വിചാരിക്കുന്നത്. കംപ്ലൈന്റ് പറഞ്ഞ് നന്നായതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
കംപ്ലൈന്റും കമ്പാരിസണും ഒക്കെ ചെയ്താൽ നന്നാകുകയില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. കുറ്റം പറഞ്ഞ് നന്നാക്കാനും ഇതാണെന്ന് വിചാരിക്കാൻ വേണ്ട. കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചിലപ്പോൾ വിചാരിക്കും, പാപിനിയായ സ്ത്രീയെ പാപത്തിൽ പിടിച്ചിട്ട് കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നിച്ച് പറഞ്ഞു ഇവിടെ കല്ലെറിയണമെന്ന് തോന്നി. കർത്താവ് എന്നെ പറഞ്ഞേ, നിങ്ങൾ പാപമില്ലാത്ത ആള് ആദ്യത്തെ കല്ലെറിയാൻ പറഞ്ഞു. ഓരോരുത്തർ കല്ലിട്ട് ചെങ്ങ് പോയി അവിടെ. കാര്യം എല്ലാവർക്കും ഓരോരുത്തരെ കുറിച്ചുള്ള പാപബോധം ഉണ്ടായി ആ സമയത്ത്. ആ സ്ത്രീയോട് ആ സ്ത്രീയുടെ പാപത്തെ കുറിച്ചൊരു ക്ലാസ് എടുത്തോ കർത്താവ്? ഒന്നും ചെയ്തില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, സിൻ നോ മോർ, ഇനി പാപം ചെയ്യരുത്, ഇത്രയും മാത്രമേ പറഞ്ഞു. അല്ലാതെ അടുത്ത 10 ദിവസം എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിങ്ങിൽ ഇരുന്ന് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം എന്നൊന്നും പറഞ്ഞൊന്നുമില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞത്, കംപ്ലൈനിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല നമ്മുടെ അതിന്റെ സൊല്യൂഷൻ. അതല്ല. പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദേ ആർ സിൻസിയർലി റോങ്. അങ്ങനെ സിൻസിയറായിട്ടായിരിക്കും ചെന്ന് പറയുന്നത് മറ്റുള്ള നമ്മുടെ വിഷമങ്ങൾ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങള് അകൽച്ച മനസ്സിലുണ്ടാവും. എപ്പോഴും കംപ്ലൈന്റ് പരാതിപ്പെട്ടിയായിട്ട് വരുന്നുണ്ട്, അല്ലച്ചാതിയൊക്കെ പോയാൽ മതിയായിരുന്നു എന്റെ പൊന്നെ, എപ്പോഴും കേട്ട് മടുത്തു. ഇങ്ങനെ അവർ ചിന്തിക്കത്തുള്ളൂ. ഇത് ഈ പറയുന്ന ആൾക്ക് അറിയത്തില്ല അങ്ങനെയാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ ഈ മറ്റുള്ളവർക്ക് അനോയിഡ് ആക്കുക, അവർക്ക് അനോയിൻമെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാല് ഹേർട്ട് പീപ്പിൾ എന്നൊരു കേട്ടിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ മുറിവേറ്റവര് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഹേർട്ട് പീപ്പിൾ മനസ്സിലായോ? ജീവിതത്തിൽ ഹർട്ട് ചെയ്തിട്ടുള്ളവർ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യും. ഹർട്ട് ചെയ്തിട്ടുള്ള ഒരാള് നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എന്താ എനിക്ക് അതിന്റെ കാരണം, എന്തെങ്കിലും ഒരു കാരണം കാണും ഇങ്ങനെയൊക്കെ ഇടപെടാനായിട്ട്. അതിന്റെ ഒരു സൊല്യൂഷനിലൂടെ നമ്മൾ പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദേഷ്യമുള്ള ആറ്റിറ്റ്യൂഡ് മാറി വളരെ സിമ്പതി ആളോട് ഉണ്ടാവുന്നുണ്ട്. ഇതാ വ്യത്യാസം. കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മളോ ആ വിഷമം നമ്മളോട് ഒരാൾ പറയുമ്പോൾ ആ ആളെ വിധിക്കാതെ അതിന്റെ പുറകിലൊരു കാരണം കാണും. അതെന്താ? അത് നമ്മളെ എംപതറ്റിക്കായിട്ട് ആളെ കാണുക എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം അതാ. ആ ആളിന്റെ ഷൂസിൽ നമ്മുടെ കാലിട്ടതിന് ശേഷം നമ്മൾ ചിന്തിക്കണം എന്നാ പറ്റിയായിരുന്നു. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം. എപ്പോഴും പക്വത എന്നുള്ളതിന് സമയം ഒരു ഫാക്ടറാണ്. യു കനോട്ട് മെച്യൂർ ഓവർനൈറ്റ് ആക്ച്വലി. പറ്റൂ? ഇല്ല. നമുക്കറിയാം, നമ്മുടെ പിള്ളേരെയൊക്കെ ചിലപ്പോൾ ക്രിസ്തീയ ക്യാമ്പുകൾക്കോ മീറ്റിങ്ങുകൾക്കോ ഒക്കെ വിട്ട് കഴിഞ്ഞ്, ഞാൻ ഓർക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മീറ്റിങ്ങിനും ക്യാമ്പിനും ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് 3 ദിവസം 4 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് ആദ്യത്തെ ദിവസം വലിയ കുഴപ്പം കാണുകയില്ല. 2ാമത്തെ ദിവസം വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. ചിലർക്ക് കാണിക്കുന്നത് അല്ലെ പറച്ചിലിനകത്തോ അല്ലെ അനിയനുമായിട്ട് വഴക്കുണ്ടാക്കിയതിനകത്തോ ഒക്കെ എന്തെങ്കിലും കാണും. ഉടനെ വീട്ടിൽ പറയും, നീ എന്തിനാണ് 4 ദിവസത്തെ ക്യാമ്പിന് പോയെ, നിന്നെ കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു 10 ദിവസത്തെ ക്യാമ്പിന് പോയത് കൊണ്ട് ഒരാൾ നന്നാകാനൊന്നും പോകുന്നില്ല. 25 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഒരു പാസ്റ്റർ നന്നാവണമെന്ന് വിചാരിച്ച അങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്നും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടേക്സ് ടൈം. നമ്മുടെ എല്ലാ മനോഭാവങ്ങളും നമ്മുടെ പക്വതയിലേക്ക് നമ്മൾ പോവാന്നുള്ളത് ടൈം ഈസ് എ ഫാക്ടർ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നല്ലതാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കാൻ ശ്രമിച്ചാലും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നുണ്ട്.
കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഞാൻ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ വേറെ ആളെ വിധിക്കാൻ പോകത്തില്ല. അതാ എന്റെ ഗുണം. കർത്താവേ, ഞാൻ 10-60 വർഷമായിട്ട് പേറ്റ് പറയുന്ന പല പാവങ്ങൾ ഇപ്പോഴും എനിക്കുണ്ടല്ലോ. എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് അരിശമുണ്ട്, എനിക്ക് പെട്ടെന്ന് ഫീലാവും. ഇതൊന്നും എനിക്ക് മാറ്റാനായിട്ട് പൂർണ്ണമായിട്ട് പറ്റുന്നില്ല. അപ്പൊ വേറെ ആളെ കാണുമ്പോൾ അതേ സിമ്പതിയോടുകൂടി നമ്മൾ കാണാൻ പഠിക്കണം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ്. എനിക്കൊരു കുഴപ്പമില്ല, വേറെ ആൾക്കാ കുഴപ്പമെന്ന് കണ്ടു കഴിഞ്ഞാൽ യു കനോട്ട് പുട്ട് യുവർ ലെഗ് ഇൻ ടു അതേഴ്സ് ഷൂ ആയി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വശത്ത് നമ്മൾ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. ബില്ലി ഗ്രഹാമിന്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. എന്റെ പേര് നിങ്ങൾക്ക് ഒരു പക്ഷെ പലർക്കും അറിയായിരിക്കും. ജസ്റ്റ് ആസ് ഐ ആം എന്നാ എന്റെ പേര്. ജസ്റ്റ് ആസ് ഐ ആം. അതിനകത്ത് വലിയ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല പുള്ളി. വെരി സിമ്പിൾ ഗോസ്പൽ. ഓൾവേസ് ടോക്സ് അബൌട്ട് ഹെവൻ ആൻഡ് എറ്റേണൽ ലൈഫ്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആസ് യു ആർ ആക്കി. മിനിസ്ട്രിയെ പറ്റി ഈയിടെ ഒരാളൊരു തീസിസ് എഴുതി, മിനിസ്ട്രിയെ കുറിച്ച്. എന്റെ കൺക്ലൂഷനിനകത്ത് ഇങ്ങനെ എഴുതിയത്, മിനിസ്ട്രി ഈസ് നോട്ട് വാട്ട് യു ആർ ഡൂയിങ്, മിനിസ്ട്രി ഈസ് വാട്ട് യു ആർ. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളല്ല മിനിസ്ട്രി. മിനിസ്ട്രി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്നെ തൊട്ടു നോക്കുമ്പോൾ, എന്നോട് സംസാരിക്കുമ്പോൾ ക്രിസ്തീയ സ്നേഹം എനിക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടോ, പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എന്റെ പെരുമാറ്റങ്ങള്, എന്റെ ടെമ്പറാമെന്റ്സ്, എന്റെ സ്നേഹം, അല്ലെ? സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുന്നത് എന്നാ? സ്നേഹത്തെ കുറിച്ചൊക്കെ ഏറ്റവും ഐഡിയലായിട്ട് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. അഗാപ്പെ എന്ന് പറയുന്നൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാം. സെൽഫ് ഗിവിംഗ് ലവ് എന്നതിന്റെ അർത്ഥം. സെൽഫ് ഗിവിംഗ് ലവ്. അത് അവസാനിക്കുന്നത് സെൽഫ് കൺട്രോളിലാണ്. ഇന്ദ്രിയ ജയം. സെൽഫ് ഗിവിംഗ് ലെവൽ തുടങ്ങി സെൽഫ് കൺട്രോളിൽ അവസാനിക്കുന്ന 9 കൂട്ടം കാര്യങ്ങളാണ്. ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് വളരെ അത്യാവശ്യം വേണ്ട ഗുണങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ കൗൺസിലിംഗിന്റെ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. മറ്റ് കൗൺസിലിംഗിലൊക്കെ മോണിറ്ററി ബെനിഫിറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. എന്നാൽ ക്രിസ്ത്യൻ കൗൺസിലിംഗ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഡിസൈപ്പിൾഷിപ്പ് എന്നതാ പറഞ്ഞേ. അപ്പൊ വളരെ സൂക്ഷ്മത്തോടുകൂടിയും പ്രിപ്പറേഷനോടുകൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഒഫൻഡഡ് ആകാത്ത രീതിയിൽ അവരെ മനസ്സിലാക്കുന്ന നമ്മുടെ ആർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഞാന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാനൊരു സാധ്യതയില്ല എന്ന് അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ഈ കാര്യം പറഞ്ഞത്. പക്ഷെ വേറെ ആളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കുമോ? ആ, നീ അഹങ്കാരിയാന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ പറയണം, നിന്റെ വർത്താനം ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതാ നിന്റെ പ്രശ്നം, മനസ്സിലായി? മറ്റേ കൗൺസിലിങ്ങിന് വന്ന ഉടനെ നമ്മള് ഇത് കേട്ടേച്ച് പറയാണ്, ഇപ്പോഴാ മനസ്സിലാവുന്നത് നിന്റെ പ്രശ്നം ഇതാണെന്നുള്ള കാര്യം. ഒന്നാമത് നിന്റെ വർത്താനം ശരിയല്ല, രണ്ടാമത് നിന്റെ അഹങ്കാരം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ? ഇതിന് പകരം ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അഹങ്കാരമായിട്ട് തോന്നാൻ ചിലപ്പോൾ കേട്ടോ. ചിലപ്പോൾ അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്താൻ നോക്കുമായിരിക്കും എന്നൊക്കെ പറയണം നമ്മള്. അപ്പൊ ആള് ചിന്തിക്കും, ശരിയാ. അത് നമ്മൾ ആളെ ചേർത്ത് പിടിച്ചേ പറയാമെന്ന് പറഞ്ഞതിന്റെ കാരണം. മുഖത്ത് നോക്കി കുഴപ്പക്കാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇട്ടേച്ചങ്ങ് പോവും. നമ്മൾ പറയും ചിലപ്പോൾ നമ്മളൊരു പാചക ശുശ്രൂഷ ചെയ്യുന്നതെന്നൊക്കെ പറയും. അവിടെ നമ്മൾ നാദാൻ കളിക്കാൻ പോകും. പക്ഷെ അങ്ങനെ എല്ലായിടത്തും ചെയ്യരുത് കേട്ടോ. ആവശ്യമുള്ളിടത്തേ ചെയ്യാവൂ. ചിലയിടത്തൊക്കെ പറയേണ്ടി വരുമായിരിക്കും, നീ ആ കുഴപ്പക്കാരൻ എന്ന് ചിലപ്പോൾ പള്ളിയിലെ കമ്മിറ്റി വിളിച്ച് ചിലപ്പോൾ പറയേണ്ടി വരും.
പക്ഷെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഒരിക്കലും അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എന്റെ വിചാരം. അപ്പം നമ്മുടെ നമ്മുടെ ഒബ്സർവേഷൻ, അത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലേ? ചിലരിങ്ങനെ ഞാൻ ഇതിനകത്ത് കാണുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ് വളരെ ഔഷധ ഗുണമുള്ള ക്ലാസ് ആണെന്ന് തോന്നുന്നു. കാരണം ചിലരൊക്കെ നല്ലതായിട്ട് ഉറക്കം നോക്കുന്നുണ്ട് അതിനകത്ത്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം. ചിലരെല്ലാം സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. കുഴപ്പമില്ല, എങ്ങനെയാണെന്ന് കുഴപ്പമില്ല, കേട്ടെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ പറ്റുമോ? അപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്ന കാര്യത്തോട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം, എനിക്ക് മറ്റുള്ളവരെ നേടണം കർത്താവിലേക്ക്, കർത്താവിന്റെ സ്നേഹം എനിക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റും, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഞാൻ മനസ്സിലാക്കണം. എങ്ങനെ ഒരു ഓപ്പൺ ഹാർട്ടോടുകൂടി നമ്മൾ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് അതിൻ്റെ ഒരു വലിയ പ്രയോജനം ഉണ്ടാകുന്നത്. ശരിക്കും നമുക്കൊരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകും. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അതിന് നമ്മളെ സഹായിക്കും. അതാ കൗൺസിലിങ്ങിന്റെ ഒരു 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 ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഒരു ഗോളാണ്. രണ്ടാമത്തെ ഒരു ഗോളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, പല വിവാഹ ബന്ധങ്ങളിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കും. അപ്പം പറയുന്നത് എന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ചിലർക്ക് ഭയങ്കര ഫീലിങ്സാണ്, എന്ത് പറഞ്ഞാലും ഫീലിംഗ് മുമ്പിൽ നിൽക്കുന്നത്, എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ശ്രദ്ധിക്കത്തില്ല. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം പറഞ്ഞ രീതിയിൽ തന്നെയാണോ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞതാണോ മറ്റുള്ളവർ മനസ്സിലാക്കിയത്? അപ്പൊ കമ്മ്യൂണിക്കേഷൻ അകത്ത് തന്നെ പല കാര്യങ്ങളുണ്ട്. വിൽ കമ്മിറ്റ് ടു ദാറ്റ് ലേറ്റർ ആക്ച്വലി. അപ്പം മാരേജ് അല്ലാത്ത പ്രശ്നങ്ങളിലും അതെ, കമ്മ്യൂണിക്കേഷൻ വലിയൊരു പ്രശ്നമാണ്. ഒരു സഭ എടുത്തു കഴിഞ്ഞാല്, കുടുംബം എടുത്തു കഴിഞ്ഞാല്, നമ്മുടെ ഓഫീസ്, ജോലി സ്ഥലം, ചിലര് കമ്മ്യൂണിക്കേറ്റ്, ദേ ആർ അൺവില്ലിംഗ് ടു കമ്മ്യൂണിക്കേറ്റ്. അത് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ചിന്തകള്, വികാരങ്ങള് അല്ലെങ്കിൽ മനോഭാവങ്ങള് അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യണം. അതായത് സച്ച് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ക്ലിയർലി എക്സ്പ്രസിംഗ് oneself and accurately receiving messages from others. നമ്മൾ അങ്ങോട്ട് ശരിയായിട്ട് പറയാനും വളരെ കൃത്യമായിട്ട് ആ മെസ്സേജ് എന്നാണെന്ന് മനസ്സിലാക്കാനും പലപ്പോഴും അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട്. വളരെ ഒരു കൗൺസിലർക്ക് ഏറ്റവും ആവശ്യം വേണ്ടി ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ പറയും ലിസണിങ് എന്നുള്ളതാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടാൽ മാത്രമേ ഒരാളുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന് പരിഹാരം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതീവൻ ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടെ നോക്കുന്ന സമയത്താണ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമാണ്.
അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ്, ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് രണ്ടാമത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം സ്വഭാവ വ്യത്യാസങ്ങൾ പഠിക്കുക. ലേണിംഗ് പഠിക്കുകയും അതുപോലെ തന്നെ സ്വഭാവ വ്യത്യാസങ്ങളും പരസ്പരം പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്വഭാവ വ്യത്യാസം എന്നാണെന്ന് അറിയുക. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ചില കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഇല്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണമായിട്ട് നമ്മള് വർത്താനം പറയുന്ന സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അത് വാസ്തവത്തിൽ that shows you are disrespecting that person. നമ്മൾ ആരോട് വർത്താനം പറയുന്നത് ആ ആളോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. ആ സ്വഭാവം എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമല്ല. അത് നമ്മൾ അൺലേൺ ചെയ്യണം. ആ സ്വഭാവം മാറ്റുന്നതിനാണ് അൺലേണിംഗ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം മാറ്റുന്നതിനാണ് അൺലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിഹേവിയർ ചേഞ്ചിനകത്ത് ലേണിംഗും ഉണ്ട്, അൺലേണിംഗും ഉണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് പുതിയൊരു കാര്യം പുതിയൊരു കാര്യം നമ്മൾ പഠിച്ച് ചെയ്യുന്ന ഒരു കാര്യം അല്ലെ. ഉദാഹരണത്തിന് ഒരു സ്വഭാവം ഉണ്ടാക്കുക. ഇന്ന് രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീട്ടിലെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു 15 മിനിറ്റ് സമയം ഇരുന്നു ഡിവോഷൻ എടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ മെഡിറ്റേഷൻ എടുത്തിട്ടേ പോകത്തുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവം, പഠിക്കേണ്ട ഒരു സ്വഭാവം. വർത്താനം പറയുമ്പോൾ മൊബൈൽ ചെയ്ത് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതിന് അൺലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് ആൻഡ് അൺലേണിംഗ് പ്രോസസ്, അവിടെ ബിഹേവിയറൽ ചേഞ്ച് വരും. അതൊരു ഒരു ഒരു എയിമാണ് കൗൺസിലിംഗിന്റെ. ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. അൺലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല, പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ട്രെയിനിങ്, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഴപ്പങ്ങൾ മനസ്സിലാവത്തുള്ളൂ. യു ടേക്ക് യുവർ ലൈഫ് സീരിയസ്ലി. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഇതുപോലൊരു അവസരം നമുക്ക് ലഭിക്കത്തില്ല. അതാണ് ഈ കൗൺസിലിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ലൈഫ് ചേഞ്ചിങ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ധാരണകള്, നമ്മുടെ അണ്ടർലൈൻ ആയിട്ടുള്ള നമ്മുടെ ചില ഹേർട്ട് ഫീലിങ്സ്, ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നൊരു സമയമായിരുന്നു. ഓൺലി എ ഹെൽത്തി മൈൻഡിന് മാത്രമേ വേറൊരു ഹെൽത്തി മൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നമുക്കത് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്, മെന്റൽ ഹൈജീൻ. ഐ വിൽ ബി ടേക്കിംഗ് ദാറ്റ്. സോ ആ സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ പറയാം. സോ ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. പിന്നെ ഒരു വാക്കുണ്ട്, നാലാമത്തേത് ഗോൾസ് ഓഫ് കൗൺസിലിങ്ങിനകത്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ. കേട്ടില്ല. സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷന്റെ മലയാളം എനിക്ക് ചെക്ക് ഇട്ട്. നമുക്ക് സ്വയമായിട്ട് നമ്മുടെ സ്വയത്തിന്റെ ഒരു പൂർത്തീകരണം, അല്ലെങ്കിൽ നമ്മുടെ സ്വയമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണം, ഒരു വാക്കുണ്ട്, ഞാൻ പറയാം. അപ്പം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാല് നമുക്കുണ്ടായിരിക്കുന്ന കഴിവുകളും നമുക്കുണ്ടായിരിക്കുന്ന ടാലൻസ്, നമ്മൾ ആരാണോ
അതിന്റെ ഒരു പൂർണ്ണതയിൽ നമ്മളെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ നന്നായിട്ട് പാടുന്നയാളാണ്, ഞാൻ നല്ലതായിട്ട് ക്ലാസ് എടുക്കുന്നയാളാണ്, നല്ലതായിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ഓപ്റ്റിമത്തില് അത് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരുന്ന ഒരവസ്ഥ. That is the goal of every human being. അപ്പം ഒരു ക്രിസ്ത്യൻ കൗൺസിലിംഗ് ചിലപ്പോൾ ക്രൈസ്റ്റ് ആക്ച്വലൈസേഷൻ ചിലപ്പോൾ അതിന് പറയാറുണ്ട്. ക്രൈസ്റ്റ് ആക്ച്വൽ, കർത്താവിനെ പോലെ ആയിത്തീരുക, യേശുവിനെ പോലെ ആകുക. ഇത് പാട്ടുണ്ടല്ലേ, യേശുവെ പോലെ ആകുവാൻ എന്നൊരു പാട്ടില്ലേ, നല്ലൊരു പാട്ടല്ലേ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. അതൊരു ക്രൈസ്റ്റ് ആക്ച്വലൈസേഷൻ, യേശുവിനെ പോലെ ആയിത്തീരുക. കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം നമ്മുടെ അടുത്ത് വരുന്ന ഒരാളെ പൂർണ്ണമായിട്ടുള്ള ഓപ്റ്റിമത്തിലെ ആൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള, ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ട് തനിക്ക് ഉള്ള കഴിവുകളൊക്കെ മുഴുവൻ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ആ പറയുന്നത്. അപ്പോൾ അതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതിന് പല മെത്തേഡ്സ് ഉണ്ട്, പല രീതിയിൽ ഒരാളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആളെ ആക്കുന്ന ഒരു അനുഭവം. അഞ്ചാമത്തെ ഒരു കാര്യം സപ്പോർട്ടാണ്. സപ്പോർട്ട്. അപ്പം ഒരു ക്രൈസിസും അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സും ഒക്കെ ഉള്ള സമയമാണെങ്കിൽ യു ഹാവ് ടു ഗിവ് ഫുൾ സപ്പോർട്ട് ടു ദാറ്റ് പേഴ്സൺ. അത് നമ്മുടെ പെരുമാറ്റത്തില് ആ സമയത്ത് ഒരിക്കലും ക്രിട്ടിക്കലാകാനോ കുറ്റം പറയാനോ ഒന്നും പോകരുത്. മെന്റലി ഭയങ്കര വൂണ്ടഡ് ആയിട്ട് ഒരാൾ വരുവാണെങ്കിൽ സാരമില്ല മോളെ, സാരമില്ല പോലെ, ശരിയാവും, എല്ലാവർക്കും ഒക്കെ സംഭവിക്കുന്ന ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ നമ്മുടെ അടുത്ത് ആദ്യമേ വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആളെ തണുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ വലിയ അനാലിസിസ് നടത്തി കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് നിന്റെ കുഴപ്പം ഇതാ, ഇപ്പൊ തന്നെ നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശരിയായിട്ടേ പോകാനുള്ളൂ ഇവിടുന്ന്, അല്ലെങ്കിൽ നീ ശരിയാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കരുത്. ഒന്നും പറയണ്ട, ചുമ്മാ മോളെ സാരമില്ല, അതൊന്നും സാരമില്ല, അത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഞാനല്ലേ എവിടെയുള്ളൂ, ഒന്നും പേടിക്കണ്ട, പിന്നെ കർത്താവുണ്ടല്ലോ ഒക്കെ പറഞ്ഞ് നമുക്ക് ധൈര്യപൂർവ്വം അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു ആശ്വാസം. അവന് എത്രയോ പേര് തകർന്നുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നില്ല, ഒരാളുടെ കൗൺസിലിങ്ങിന് വന്നിട്ട് രാവിലെ ഒരു 10:30 വന്നിട്ട് വൈകിട്ട് 5:30 ഇവിടുന്ന് പോകുന്നത്. ഞാനെന്റെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം സംസാരിക്കുന്നു, കരയുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചിരിക്കുന്നു, പിന്നെയും കരയുന്നു. എനിക്കറിയാം ആ ആളെ ആ സ്ഥിതി വിടാൻ പറ്റത്തില്ല നമുക്ക്. അത് കാരണം നമ്മളിങ്ങനെ ഇരുന്നു. ഉച്ചയായപ്പോഴത്തേന് ഞാൻ വൈഫിനോട് പറഞ്ഞു ചോറെടുക്കും, ചോറൊക്കെ എന്റെ കൂടുതൽ ഇരുന്ന് കഴിപ്പിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് പോകുന്നത്. പോയ സമയത്ത് വലിയ ആരെ ഇറക്കി വെച്ച പോലെയാ പോയെ. അതേസമയത്ത് നമ്മൾ കൗൺസിലിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ അൺകണ്ടീഷണൽ സപ്പോർട്ടാണ്. പലപ്പോഴും കൗൺസിലിങ്ങിന്റെ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻട്രഡക്ഷൻ ഉണ്ടായ അത് നമ്മൾ പഠിക്കുക കാര്യം, പിന്നെ ഒരു 20 മിനിറ്റ് നേരം സംസാരിക്കുക, പിന്നെ അടുത്ത അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അതൊരു എക്കണോമിക് ആയിട്ടുള്ള കാര്യം അതിനകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ജെന്യുവനായിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ ആ പ്രിൻസിപ്പിൾ ഒന്നും ഇല്ല അതിനകത്ത്. 5-6 മണിക്കൂർ ഇരുന്നിട്ടുണ്ട് പല കേസസിലും. പണ്ടൊരാള് കൗൺസിലിങ്ങിന്റെ സമയത്ത് ഞങ്ങളിവിടെ ഈ പ്രായമുള്ളവർക്ക് വേണ്ടി ഇവിടെ ഒരു ഡേ കെയർ സെന്റർ പകൽ വിടുന്നു 10-25 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഒരിക്കൽ ഒരിടത്ത് ഒരു പകൽ വീട്ടിൽ ക്ലാസ് എടുത്തോണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു, വർഷങ്ങൾക്ക് മുമ്പാ. സാറ് കൗൺസിൽ ചെയ്യുന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ. സാറിന്റെ ബോർഡ് ഇപ്പൊ ഞാൻ കണ്ടു, ഞാനേ ആത്മഹത്യ ചെയ്യാൻ പോകും, അതിനു മുമ്പ് സാറിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുള്ളത് പോയി ഫോണിൽ കൂടെ പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങളാരെ, കാണുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു.
അവസാനം തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല. പുള്ളി കട്ട് ചെയ്തു. എനിക്ക് ആ പാടെ ഒരു പ്രയാസമുണ്ടായി, ആരാ ഇത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പം എൻ്റെ വൈഫ് പറഞ്ഞു ആരോ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിലെ ലാൻഡ് ഫോൺ, അന്ന് ലാൻഡ് ഫോണൊക്കെ ഉണ്ട്, ലാൻഡ് ഫോണെ വിളിച്ചു. എന്നിട്ട് ആരാ വിളിക്കുന്നത്? ഞാൻ മുമ്പേ വിളിച്ച ആളാ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാറിന് ഇത് കാണാൻ പറ്റുമോ ഇല്ലയോ, അതിപ്പോ പറയണമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു പറ്റും. അപ്പൊ ഞാൻ വേറെ സ്ഥലത്തോട്ട് പോവായിരുന്നു, എന്റെ ഫാമിലി ഉണ്ട് കൂട്ടത്തില്. ഞാൻ പറഞ്ഞു വഴി നിന്നാ മതി, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ഞാൻ അടയാളമൊക്കെ പറഞ്ഞു, എന്റെ വണ്ടിയുടെ കളറും ഒക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വന്ന് ഫ്രണ്ടിലിരുന്നു. പെട്ടെന്ന് തിരിച്ചു നോക്കിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാര്യയാണോ? പറഞ്ഞു അതെ. നിങ്ങളാണോ പറഞ്ഞത് സാർ അവിടെ ഇല്ലെന്ന്? അപ്പൊ എനിക്ക് തോന്നി പുള്ളി ആ പടയാണ്ട് മെന്റലി ഡിസ്റ്റർബ്ഡാ. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഭയങ്കര വൈരാഗ്യമുള്ള ആളാ. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിലല്ലേ സംസാരിക്കാൻ പറഞ്ഞു, അവരവിടെ ഇരുന്നോട്ടെ, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാല് അവരെ കൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് വിട്ടു. ഇങ്ങേരോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇങ്ങേര് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻകാരന്. ഞാൻ അയാൾ പറഞ്ഞു ഒന്നും പറയുന്നില്ല. ഇവിടെ 10-13 പേരെ പുള്ളി കൊന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ഒരിടത്ത് ചെന്നപ്പത്തിന് കൊല്ലാൻ ചെന്നപ്പോ 2 പേരെ കണ്ടു, 2 മക്കളെ കണ്ടു. അപ്പം എനിക്ക് പറ്റിയില്ല ജോലി. എന്നാ പിന്നെ റെയിൽവേയിൽ അവിടെ പോയി ആത്മഹത്യ ചെയ്തേക്കാം, റെയിൽവേ കമ്പിയെ പിടിച്ചോണ്ട്. അതിനു മുമ്പാണ് സാറിന്റെ ഈ നമ്പർ ഉണ്ടാവുന്നത്. എനിവേ ഞാൻ ആ മനുഷ്യനോട് എന്നിട്ട് പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ ഇവിടെ ഒരു വലിയ കല്ലുരുത്തി വെച്ചിരിക്കുക സാറേ, ആ ഭാര്യ എന്നിൽ നിന്ന് വിട്ടുപോകത്തില്ല, എനിക്ക് വല്ല രക്ഷയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു മനുഷ്യമായിട്ട് നോക്കിയാൽ രക്ഷയൊന്നുമില്ല. അവിടെ വേറൊന്നും പുള്ളിയെ വേറെ സമയമൊന്നുമില്ല എനിക്ക്. വേറെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിയെ ഇനി അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ല. കാരണം പുള്ളിയുടെ പുറകെ പുള്ളിയെ കൊല്ലാൻ വേറെ ആളുണ്ട് നടക്കുക. ഞാൻ ഉള്ള നേരം കൊണ്ട് സുവിശേഷം പറഞ്ഞു പിന്നീട്. എന്നിട്ട് എന്നോട് സാറേ ഞാൻ എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു മാനസാന്തരപ്പെട്ട പ്രാർത്ഥനയായി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. അതുപോലെ കരഞ്ഞ് നിലവിളിച്ച ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, സാറേ ആ കല്ലുരുട്ടി വെച്ച് ആ ഭാരം മാറിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ ചികിത്സയിലും കോടതിയിലും ജയിലിലും ഒക്കെ കിടന്ന് കുറെ കഥകളോട് പറഞ്ഞു. ജയിലിലെ ഒരു ജഡ്ജി അദ്ദേഹത്തോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഒരു സ്ത്രീ ജഡ്ജിയായിരുന്നു, നീ ഒരിക്കലും ഒരു മനുഷ്യന്റെ അടുത്ത് പോയി നിന്ന് ഇതെല്ലാം നീ ഏറ്റു പറയും, നീ കാണിക്കുന്നതൊക്കെ ഏറ്റു പറയും, കരയും എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് കാണുന്നൊരു കാര്യമാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെ പേപ്പറിലും ടിവിയിലും ഒക്കെ കണ്ട് അറിഞ്ഞ് എനിക്ക് തോന്നുന്ന എവിടെയോ അദ്ദേഹം ഇപ്പൊ ഈ ഫീൽഡിൽ ഇല്ലെന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് സപ്പോർട്ട് സിസ്റ്റം എത്ര വലിയ പ്രശ്നക്കാരൻ നമ്മുടെ അടുത്ത് വന്നാലും സാരയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാ, പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാനും ഒത്തിരി തെറ്റ് ചെയ്ത ആളാ. ഇതുപോലെ അല്ലെങ്കിലും ദൈവസന്നിധി നമ്മളെല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളൊക്കെ ഒരുപോലെയാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഹോപ്പുണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞു. ആ മനുഷ്യനെ തള്ളിക്കളയാനായിട്ട് ദൈവസ്നേഹം ആ മനുഷ്യനോട് കാണിക്കാനും ദൈവം ആ സമയത്ത് വലിയ കൃപ നൽകി. ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തില് ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരെ സമചിത്തതയോടുകൂടി സ്നേഹത്തോടുകൂടി ഒരു കരം നീട്ടാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസ്നേഹം കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ സ്പിരിച്വൽ ഹോൾനെസ്, ഒരു ആത്മീയമായിട്ടുള്ള രീതിയിൽ ഇത് ഒരു ഗോളാണ്. ക്രിസ്ത്യൻ കൗൺസിലിംഗ് ഒരു ഗോളാണ്. ഇത് നമ്മുടെ സെക്യുലർ കൗൺസിലിംഗിൽ എല്ലാത്തിനകത്തും ഇത് ആപ്ലിക്കബിൾ അല്ല. ഡിപ്പെൻസ് ആയി നമ്മൾ ഇതാണ് ഗോള് എന്ന് പറഞ്ഞ് ഇതൂടെ ചെയ്തിട്ട് വിടത്തുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചില സമയത്ത് നമുക്ക് അതിനുള്ള അവസരം ലഭിക്കും, ചില കേസസിലും, ചിലത് കിട്ടത്തില്ല. ഇപ്പൊ സ്പിരിച്വൽ ഹോൾനെസ് എന്നുള്ളത് ആത്മീയമായിട്ട് അവരെ വളർത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞൊരു ക്രിസ്ത്യൻ കൗൺസിലർ ഈസ് ഈക്വൽ ടു എ ക്രിസ്ത്യൻ ഡിസൈപ്പിൾ.
ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. അപ്പൊ ഡിസൈപ്പിളിങ്ങിനകത്ത് ഇതെല്ലാം പെടുന്നത്. എന്നാൽ ക്രിസ്ത്യൻ കൗൺസിലിങ്ങിനകത്ത് പ്രൊഫഷണലി നോക്കുമ്പോഴല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോളിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രൊഫഷണലി നമ്മൾ സെക്യുലർ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് സ്പിരിച്വൽ കാര്യങ്ങളിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. വൾനറബിൾ സിറ്റുവേഷനിൽ സ്പിരിച്വൽ കാര്യങ്ങൾ നൽകി അവരെ പേടിപ്പിക്കരുതെന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ കാര്യങ്ങൾ പറഞ്ഞാലേ ഒരാൾക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റിയല്ല. എന്റെ അടുത്ത് ഈ മനുഷ്യനോട് ഞാൻ എന്നാ ചെയ്യണം, ജീവിതം തീർന്നു, ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രിൻസിപ്പിൾ ക്രിസ്ത്യൻ കൗൺസിലിനെ പറ്റിയുള്ള ടെക്നിക്സ് എല്ലാം വായിച്ചിട്ട് അവസാനം ഞാൻ പറയാണ്, പിന്നെ എനിക്ക് സുവിശേഷം പറയാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തുവാണെങ്കിൽ that money is going to be lost. നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ രീതിയിൽ നമുക്കത് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യത്തോട് ഞാൻ ജസ്റ്റിസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഗൈഡൻസ് ആവശ്യമാണ്. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേന് ആ കൗൺസിലിങ്ങിനകത്ത് ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിനാണ് ഡയലോഗ് എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്ത്യൻ കൗൺസിലിങ്ങിലോട്ട് വരുന്ന സമയത്ത് ട്രയലോഗ് എന്ന് പറയും. ട്രയലോഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 പേരുണ്ട്. ഇവിടെ നമ്മുടെ ക്ലയന്റും നമ്മളും അതുപോലെ തന്നെ ദൈവവും അല്ലെ പരിശുദ്ധാത്മാവും. അതാ ട്രയലോഗ് എന്ന് പറയും. അവിടെ ഒരു പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട്, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, സാമീപ്യം ഉണ്ട്. കൗൺസിലിങ്ങിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കൗൺസിലറുടെ കുറെ ഗോൾസ് എല്ലാം കൂടെ കൗൺസിലിയുടെ മേൽ ഇമ്പോസ് ചെയ്യാന്നുള്ളതല്ല. It is always better if the counselor and counselee work together in setting goals. അതായത് കൗൺസിലറും കൗൺസിലികളും ഒരുമിച്ചിരുന്ന് ഗോൾസ് സെറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അടിച്ചേൽപ്പിക്കുന്നതല്ല കൗൺസിലിംഗ് എന്നുള്ളത്. ആ ആളെ മനസ്സിലാക്കി ആൾക്ക് പറ്റുന്ന രീതിയിൽ ആളുടെ അഭിപ്രായം എടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളും വർക്കബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നത് ഗോൾസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ഒരു ഹൗസ് വൈഫും ജോലി ചെയ്യുന്നയാളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സ്റ്റുഡന്റും ഒരു ജോലിക്കാരനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു അപ്പനും മകനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും ഗോൾസ് വേറെയാണ്. അപ്പൊ ആളോട് ചേർന്ന് നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഗോള് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊക്കെ ബ്രോഡായിട്ട് നമുക്ക് ഉള്ള ഗോൾസ് ആയി പറഞ്ഞല്ല. 5 കാര്യം 6 കാര്യം. അത് നമ്മൾ ഏകപക്ഷീയമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യല്ല. കൗൺസിലിംഗ് ആയിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ചില്ല, 2 പേരുടെ വർക്കൗട്ട് ചെയ്യണം. എന്നാലേ മീനിങ് ഫുൾ ആയിട്ട് ആ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്ന് നമ്മൾ കണ്ടു. അതൊരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്. അതിന്റെ ഗോൾസ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരു കൗൺസിലർക്ക് വേണ്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ, അതിനുശേഷം നമ്മൾ സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗ് എടുക്കും. അപ്പം ഇതുപോലെ നമ്മള് ഒരു സ്ലോ പേസ്, ഒത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കാര്യമില്ല.
കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാൻ അടുത്ത ഒരു 3-4 മിനിറ്റ് തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. സാറേ, നമുക്ക് ഈ കൗൺസിൽ ചെയ്യുമ്പോഴേ ഈ ക്രിസ്ത്യാനി അല്ലാത്ത ആളോട്, അത് പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ രാവിലെ ഒന്ന് ധ്യാനിക്കാൻ, ഒരു 10 മിനിറ്റ് വൈകുന്നേരം ധ്യാനിക്കാനൊക്കെ പറയുകയാണെങ്കിൽ ആ സമയത്ത് അവർ പ്രാർത്ഥനയും ചെയ്യുന്നില്ല, പക്ഷെ അവരെ പെട്ടെന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ അവരുടെ ആ ഒരു ഏതെങ്കിലും കമ്മ്യൂണിറ്റി ആയിരിക്കില്ല, അവരുടെ ആ നിലയിൽ പ്രാർത്ഥിക്കാൻ പറയാവുന്നത് അനുയോജ്യമായിരിക്കുമോ? കാരണം സുവിശേഷം സടം പറയാൻ പറ്റത്തില്ലാത്ത ഒരാളും കൂടെ ആയിരിക്കും എന്ന് കൂട്ടിക്കോ. പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവരോ അല്ലെങ്കിൽ ക്രിസ്ത്യേതരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ മേല. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനകത്ത് തെറ്റില്ലെങ്കിലും ആ ആളതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ഇമ്പോർട്ടന്റാ പ്രാർത്ഥനയെ. അല്ല സാർ, ക്രിസ്ത്യാനികൾ ഒരു 10% കൂടുതലും കൗൺസിൽ വരാറുള്ളൂ, മറ്റ് 90% മറ്റുള്ളവരാണെന്ന് പറഞ്ഞില്ല. അപ്പൊ അതേം കൂടെ നമ്മൾ ചിന്തിച്ചിട്ടാ ഇങ്ങനെ സാറിന് ചോദിച്ചത്. ഈ ചോദിച്ച അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് വേണോ എന്താ ചോദിച്ചത്? അല്ല, നമ്മളിപ്പോ പറയാം അപ്പൊ അവർക്ക് ശരിയാണെന്നുള്ളത്. അല്ല, അവരുടെ മതത്തിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ, ഒരു രാവിലെ വൈകിട്ട് പെട്ടെന്നൊന്നും ഒരു കാര്യം തിരിച്ചാൽ ഇച്ചിരി വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്, ചിലപ്പോൾ 1 മാസം 2 മാസം എടുക്കും. അപ്പൊ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു 10 മിനിറ്റ് ധ്യാനിക്കുക, നമുക്ക് അതിന് ശേഷം ഒരു 10-20 മിനിറ്റ് സംസാരിച്ചു, അതിനുശേഷം ഇന്ന് നമുക്ക് അവർക്ക് തിരക്കായി, ചിലപ്പോൾ പിറ്റേ ദിവസം വരാന്ന് പറയുകയാണെങ്കിൽ എന്നാൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ധ്യാനിച്ചിട്ട് വരിക എന്ന് പറയുമ്പോൾ അവരവരുടെ ആ മതത്തിൻ്റെതായ ഇതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നീട് സുവിശേഷം പറയാൻ അവസരം ഉണ്ടായി രക്ഷയിലേക്ക് വന്നാലല്ലേ നമ്മൾ യേശുവിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം പറ്റത്തുള്ളൂ. പെട്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ആളുകളെ വശീകരിക്കാതെ മതം മാറ്റമാണെന്നുള്ള ചിന്തയിലേക്ക് പെട്ടെന്ന് പോവുകയല്ലേ. അവിടെ ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണല്ലോ. വെറുതെ ധ്യാനിക്കാനും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനൊക്കെ പറഞ്ഞതിനകത്ത് തെറ്റില്ല. നിങ്ങളുടെ മതത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്കത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം അത് നമ്മൾ എൻകറേജ് ചെയ്യാതിരിക്കുന്നതല്ലേ. അതിന് പകരം അവരുടെ പ്രശ്നങ്ങൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുക. ഇപ്പം ഇമോഷണൽ ആണ് ഇമോഷണൽ, അല്ലെങ്കിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുക. എന്നിട്ട് ഗ്രാജുവലി നമ്മുടെ സ്നേഹവും നമ്മുടെ അവരോടുള്ള മനോഭാവം ഒക്കെ കാണുമ്പോൾ അവര് തന്നെ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ നമ്മൾ അതുപോലെ ദൈവസ്നേഹത്തിൽ ചെയ്യുവാണെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനം ഇവിടെ ഉണ്ടാകും കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളിലുള്ള ആ വലിയ വ്യത്യാസം കാണാനായിട്ട് പറ്റും. എനിക്ക് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാതെ അതിന്റെ ഒരു സമയം ദൈവം തന്നെ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മള് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മതത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ആളുടെ പ്രശ്നം ഡീൽ ചെയ്യുക, അതായിരിക്കുന്നില്ല എനിക്ക് തോന്നുന്നു. മനസ്സിലായി. വേറെ ആർക്കെന്തെങ്കിലും ചോദ്യമുണ്ടോ? സാറേ, ജെന്യൂൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജെന്യൂൻ കൗൺസിലിംഗ് എന്ന് ഇടയ്ക്ക് പറഞ്ഞില്ലേ? ജെന്യൂൻ കൗൺസിലിംഗ് എന്ന് അതിനകത്ത് എന്താ അർത്ഥമാക്കുന്നത്? അപ്പൊ എങ്ങനെയാ ജെന്യൂൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പിന്നെ ഒരാളെ ആയിരിക്കുന്ന നിലയിൽ മനസ്സിലാക്കി പോകുന്ന ഒരു ഓണസ്റ്റ് ആയിട്ടും അതിനെ അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ, നമ്മളിപ്പോ ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ ആർട്ടിഫിഷ്യൽ ഇങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കണം, ഐഡിയലി അതാ ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് പകരം ഒരാൾക്ക് വീക്ക്നെസ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇങ്ങനെയാ പോകുന്നത് വളരെ ജെന്യുവനായിട്ട് നമുക്ക് ആളുടെ വിഷയം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തതിന് ജെന്യുവനായിട്ടുള്ള ആൻസർ പറയുന്നത്, അതാ ഉദ്ദേശിച്ചത്.
ജെനുവിനിറ്റി വേണം. യു ഷുഡ് നോട്ട് ബി ആർട്ടിഫിഷ്യൽ. അപ്പൊ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ Sincere ആയിട്ട്. ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? സിൻസിയർ ആയിട്ട്. സിൻസിയർ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും. ഓക്കെ റിയലിസ്റ്റിക് കൂടി ആയിരിക്കണം. ഓക്കെ നമുക്കില്ലാത്തൊരു കാര്യവും പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പാടില്ല. പാടില്ല. അപ്പൊ ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യുമ്പോ അവര് സിൻസിയർ ആയിട്ട് ആൻസർ ചെയ്യുമ്പോ ജെനുവിനായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പ്രിജുഡിസ് ഇല്ലാതെ കേൾക്കുക. അവരെ അരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ട്. അത് വളരെ ജെനുവിനായിട്ട് അത് രീതിയിൽ പ്രായോഗികമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതാ ഉദ്ദേശിച്ചത്. അവരെ ഹെൽപ്പ് ചെയ്യുക. അതെ അതെ. അതൊന്നുമില്ലല്ലോ. So we will continue with the അടുത്ത കൗൺസിലിങ്ങിനകത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ കൗൺസിലറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. പിന്നീട് നമ്മൾ കൗൺസിലിംഗ് ടെക്നിക്സ്, സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗ് അതുകൂടെ കഴിയുമ്പോൾ ഈ ഒരു പോർഷൻ കഴിയും. Then others will continue. അപ്പം അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിച്ച അവസാനം സുരേഷ് കുമാർ ബ്രദർ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സുഖസ്നായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല കൗൺസിൽ ക്ലാസ്സിൽ ഇന്ന് പഠിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിലിങ്ങിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഞങ്ങളുടെ ദാസനെ വിലപ്പെടുത്തില്ലോ. പഠിക്കുന്ന എല്ലാ അങ്ങയുടെ വിലപ്പെട്ട മക്കളെ അവിടുത്തെ കരുണ സമയം പഠിച്ചതെല്ലാം ജീവിതത്തിൽ കർത്താവിന്റെ ഒരു താമസമെങ്കിൽ ആയിരങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കണമേ. ഇതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിലേഴ്സ് പുറത്ത് വന്ന രാജ്യത്തിന് ലോകത്തിന് പ്രയോജനപ്പെടുന്ന സ്വർഗ്ഗവിടിയാക്കും. ഇന്നത്തെ ക്ലാസ്സിനായി തുടർന്നുള്ള ക്ലാസ്സുകളെയും വളരെ അനുകൂലമാക്കി തീർക്കാൻ അധ്യാപകരെല്ലാം ബലപ്പെടുത്തണം. പ്രാർത്ഥനയോട് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവ്. ആമേൻ. So good night. God Thank you, bless sir. you all. Thank you, sir. Thank you. ഓക്കെ. Welcome. Sir.